Hi dear friends, a taste of happiness inde innathe kunju Ramadan vlogilekku ellarku swagatham. appo njan innale community il oru poll ittundayirunnu edu type video vendenu appo korchu perokke paranjittu vlog cheyananu appo adana innu ee oru kunju vlog cheyannu vicharichadu അതുകൊണ്ട് ഒരു ചെറിയൊരു മടിയാണ് വ്ളോഗ് ചെയ്യാൻ കാരണം റെസിപ്പി ആകുമ്പോൾ പെട്ടെന്ന് അത്രയും എഫേർട്ട് ഇല്ല ഇതാകുമ്പോൾ ഫുൾ ടൈം ആകുമ്പോൾ ഭയങ്കര ക്ഷീണമാകും കുറേ ടൈമും എടുക്കും എഡിറ്റിങ്ങിനൊക്കെ അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങളിഷ്ടമല്ലേ അതല്ലേ നമ്മളീ സന്തോഷം അപ്പോൾ കുഞ്ഞു വ്ളോഗ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പച്ച കളറിലുള്ള ചിക്കൻ കറി അതുപോലെ തന്നെ ചുവപ്പ് കളറിലുള്ള എഗ് പക്കോട അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ച് കളർഫുൾ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ഇതൊക്കെ കണ്ടില്ലേ പക്കോട കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ തന്നെ കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം എന്നത്തെയും പോലെ തന്നെ പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 മുട്ട വെച്ചിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അത് അവിടെ നിന്ന് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നിന്ന് അതിൻ്റെ മസാല റെഡിയാക്കാം ഇവിടെ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത് ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് നല്ല കുനുകുന അരിഞ്ഞിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിനി ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയും 1 ടീസ്പൂൺ അളവിലാണ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ എൻ്റെ അടുത്ത് പേസ്റ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതും ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുക്കാം പിന്നെ കടലമാവിലാണ് ഞാൻ ചെയ്യുന്നത് കടലമാവിലും അതുപോലെ തന്നെ കടലമാവും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യലുണ്ട് പക്കോട അപ്പോൾ ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി എടുക്കുക നല്ല കളറുള്ളത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണെന്ന് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരം കറി മസാല കുറച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം പിന്നെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ നമ്മൾ പക്കോടൻ്റെ പേര് പോലെ തന്നെ റെഡ് കളറാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കളർ എങ്ങനെയാണ് പൗഡർ ഉണ്ടാക്കാമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ നാച്ചുറലായിട്ടുള്ളതാണ് ആർട്ടിഫിഷ്യൽ അല്ല പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് എടുക്കണം വെള്ളം കൂടാണ്ട് പ്രത്യേകം നോക്കാം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ചെയ്താൽ മതി സാധാരണ നമ്മൾ പക്കോട ചെയ്യുമ്പോൾ ഒരു ഇളം മഞ്ഞ കളർ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ ഈ കളർ പൊടി ചേർത്തുകൊണ്ട് തന്നെ കണ്ടില്ലേ നല്ല റെഡ് കളറായിട്ടുള്ളത് നല്ല കളറുണ്ട് കറക്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാമറേൻ്റെ എഫക്റ്റ് കാരണമാണ് ആ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കാരണം കാണാത്തത് അപ്പോൾ കണ്ടില്ലേ നല്ല തിക്ക് പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കളർ പൗഡർ കുറച്ച് അധികം തന്നെ ചേർത്തുകൊണ്ടും നാച്ചുറൽ ആയതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല അതുപോലെ തന്നെ ടേസ്റ്റിനും ഒരു ചേഞ്ചും ഇല്ല നമ്മൾ സാധാരണ പക്കോടൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഓക്കെ ഇനി നമ്മൾ ബാറ്റർ മാറ്റി വെച്ചതാ മുട്ടയെല്ലാം പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ ഒരു മുട്ട 4 കഷ്ണാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ കുഞ്ഞു പക്കോട കിട്ടും നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ആ ബാറ്ററിൽ മുക്കി പൊരിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നോമ്പിന് നമുക്ക് ഇടയ്ക്കല്ല ഇങ്ങനെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത് ഇപ്പോൾ നോമ്പ് തീർന്നിനി ഇപ്പോൾ ബാക്കിയുള്ള ദിവസം നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ ആയിട്ടുണ്ട് ഇനി ആകെ 3-4 ദിവസമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ചിരുന്നു സിമ്പിളായിട്ടുള്ള ഒന്നേ ഇന്ന് ട്രൈ ചെയ്യുള്ളൂ കാരണം 2 ദിവസം നല്ല ഹെവി പണിയാണെങ്കിൽ 3-ാമത്തെ ദിവസം ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തീരുകയും ചെയ്യും കുറച്ച് ലേറ്റായിട്ട് നമുക്ക് കിച്ചണിലേക്ക് വന്നാലും മതി അപ്പോൾ കണ്ടില്ലേ ഓരോന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറുമാണ് അപ്പോൾ കണ്ടില്ലേ നല്ലൊരു ചിക്കൻ ഫ്രൈ എല്ലാം പോലെ ഉണ്ട് ഇത് ചട്ടിയിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ടത് ഒരു ഇളം ചൂടോടെയാണ് നമ്മൾ കുറേ സമയം വെക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ്സോടെ കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഓണം ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ കഴിക്കണം കുറച്ച് സോസും കൂടി മുക്കി കഴിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടേസ്റ്റിലും സ്റ്റൈലിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് അതുപോലെ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ഫുഡ് കളർ ചേർത്തുകൊണ്ട് കാണാനും നല്ല മൊഞ്ചുണ്ട് അങ്ങനെ പക്കോടെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടും അതിൽ കുറച്ചും കൂടി മാവ് ഉണ്ടായിരുന്നു മുട്ട തീർന്ന് അപ്പോൾ ആ മാവിൽ തന്നെ ഞാൻ കുറച്ച് ഉള്ളിയും മുറിച്ചിട്ട് അതുപോലെ തന്നെ 2-3 പച്ചമുളകും ചെറുത് മുറിച്ചിട്ടിട്ട് ഉള്ളിവട പോലെ ആക്കിയെടുത്ത് അത് നല്ല ടേസ്റ്റാണ് ഒരിളം ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചായക്കടയിൽ പെട്ടെന്ന് റെഡിയാക്കി അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സും മുറിച്ച് 1-2 ജ്യൂസും ആക്കി പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം അപ്പോൾ ഈ ഒരു ടൈമിൽ പലപ്പോഴും പുറത്തിറങ്ങൽ വളരെ കുറവാണ് കാരണം വൈകുന്നേരം അങ്ങനെ സമയം കിട്ടില്ല പിന്നെ ഏതായാലും പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്
കണ്ടില്ലേ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള കാഴ്ചയായത്. ഫ്രണ്ടിൽ നല്ല അടിപൊളി ചീരയാലും വളരുന്നുണ്ട്, അതുപോലെ തന്നെ മിൻറ്റ് ലീഫ് ഉണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. നല്ല സെറ്റായി വരണം അത്രേ. പിന്നെ കുറച്ച് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു. അപ്പോൾ മോൾ അതുകൊണ്ടേ കളഞ്ഞ് ഞാനിതിങ്ങനെ പുറത്ത് നോക്കിയിരുന്നപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാഴ്ച വളരെ കുറവാണിപ്പം. പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് കുറവുണ്ടാവുള്ളൂ. പിന്നെ ഇന്നലെ വിചാരിക്കുന്നുണ്ട് കുറച്ച് മുളകിൻ്റെ വിത്ത് നടണമെന്ന്. അപ്പോൾ കുറച്ച് കൊക്കോപീറ്റ് ഒരു ചോക്ലേറ്റിൻ്റെ ടിന്നിലാക്കിയിട്ടെടുത്ത് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ മുട്ടേൻ്റെ ഇതുപോലുള്ള പേപ്പർ ട്രേ നമുക്ക് ഓരോരോ വിത്തായിട്ട് മുളപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനിവിടെ ഇതാ മുളകിൻ്റെ അരിയാണ് ഓരോന്നിൽ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് മുളച്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഓരോന്നിലും ഓരോ വിത്ത് വീതം ഇങ്ങനെ നട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിലിപ്പോൾ കോക്കോപീറ്റ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. പച്ചമുളകും തക്കാളിയും നമ്മളിങ്ങനെ ട്രെയിൽ കാണില്ലേ നമ്മൾ കൃഷിഭവനിലും അവിടെയൊക്കെ, അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് സെപ്പറേറ്റ് നല്ല ഉഷാറോടെ വളരും. പിന്നെ മുറ്റത്തുനിന്ന് കയറി കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഇതാ നോമ്പ് മുറിക്കാനായിട്ടുണ്ട്. അങ്ങനെ നോമ്പെല്ലാം മുറിച്ച് അൽഹംദുലില്ലാ. പിന്നെ ഇതാ ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരുന്നു കിച്ചണിലേക്ക് വന്നത്. ആകെ കൂടി നല്ല റിലാക്സ്ഡ് തന്നെയാണ് ഇന്ന്. അപ്പോൾ ഇതാ എല്ലാം പച്ച കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി നല്ല പച്ച കളറായിരിക്കും. ഇവിടെ കുറച്ചധികം തന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, അതുപോലെ തന്നെ നല്ല കഴുകിയിട്ട് എടുത്തിട്ടില്ലേ ഫ്രഷ് ചിക്കനും ഉണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിലേക്ക് ചേർക്കും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ലേ ഒരു വലിയ പീസ് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് അല്ലി വെളുത്തുള്ളി. അപ്പോൾ അത് ആദ്യം അതിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമായിരിക്കും വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വലിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പൊടിയായിട്ട് അരിഞ്ഞ് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഒരു വലിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവലല്ല, ഒന്ന് എന്താ പറയുക, ഒന്ന് ഫ്രൈ ആവും കൂടി വേണം. ഒന്ന് ജസ്റ്റ് നല്ലോണമല്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. പിന്നെ നമ്മൾ പച്ചക്കോഴിയിലേക്കുള്ള പച്ച അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പച്ച നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ഫ്ലെയിമിലൊന്ന് 2-3 മിനിറ്റ് വേവിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഒന്ന് കുറുകിയ ശേഷം അതിലേക്കൊരു വലിയൊരു തക്കാളി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. തക്കാളിയൊക്കെ ഉടഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് പാത്രം അടച്ചു വെച്ചാൽ മതി. അപ്പോൾ തന്നെ റെഡിയാക്കി കിട്ടും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ അതൊക്കെ ഫ്ലേവറിന് ചേർക്കാം. എനിക്കിവിടെ കുട്ടികൾക്ക് അധികം എരിവ് പറ്റില്ല, അവിടെ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പം മുളക് പൊടിയും ചേർക്കുന്നില്ല. മുളക് പൊടിയുടെ എരിവിന് കണക്കായിട്ട് തന്നെയാണ് ആദ്യം പച്ചമുളക് ഇട്ടിട്ടില്ലേ. ഒരു 4-5 പച്ചമുളകാണ് ഞാൻ ഇട്ടത്. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഇടാം. ചിലർക്ക് ഭയങ്കര സ്പൈസി കറിയൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ ഈ മലബാറുകാർക്ക് തേങ്ങക്കറി തന്നെ അതുപോലെ തന്നെ തേങ്ങ അരച്ച് വെച്ചാലും കൂട്ടി ശീലിച്ചുകൊണ്ട് അധികം സ്പൈസി ഒന്നും പറ്റൂല. പിന്നെ ഇതാ നമ്മൾ കഴുകി വെച്ചിട്ടില്ലേ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങിക്കോളും. ഈ മസാലയൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. പച്ചക്കറിയല്ല, ചിക്കൻ കറിയാണ്, കളറ് മാത്രമേ പച്ചയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ പൊറോട്ടയാണ്. അതുകൊണ്ട് നമ്മളിത് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടേക്ക് അവേ ഒക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ കറിയെല്ലാം റെഡിയായി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ വീണ്ടും മുറ്റത്തേക്ക് വന്നിട്ടേല്. അപ്പോൾ ഇവിടെയില്ല കുറച്ച് നല്ല അടിപൊളി കാഴ്ച നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ മോനുടെ ഇത് നല്ല തിരക്കിലാന്ന്. എന്താ ജോലി ഇതൊന്നുമില്ല, അവന് ഇഷ്ടപ്പെട്ട പല കാര്യം അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ നിന്ന് എങ്ങനെയാലും ബിസി ആവണം. അപ്പോൾ ഇതിവിടെ കണ്ടില്ലേ കുറച്ച് അടിപൊളി ഫർണിച്ചേഴ്സൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊരു 2 സീറ്റർ സോഫയാണ്. അതുപോലെ തന്നെ ഇതാ ആടിക്കൊണ്ടിരിക്കുന്ന ചെയറ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഗാർഡൻ ചെയർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ടൂൾ സെറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ വുഡൻ പാലറ്റ് വെച്ച് നല്ല ഭംഗിയുള്ള ഫർണിച്ചേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഖത്തറിലുള്ള ആർക്കെങ്കിലും വേണമെങ്കിലൊന്ന് പറഞ്ഞോട്ടാ.
അപ്പോൾ ഈ ഒരു മുറ്റവും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും തന്നെയാണ് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടില്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ വന്നു, മക്കളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷായി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടതിൽ അപ്പോൾ ഈ ചിക്കൻ കറി ഞാൻ ഒന്നുകൂടി ഒന്ന് നന്നായി തിളപ്പിച്ച് അതിൻ്റെ ഉപ്പൊക്കെ പാകാമെന്ന് നോക്കി. പിന്നെ ഇതിലേക്ക് ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ ഒരു 2 മിനിറ്റും കൂടി നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനിരിക്കുന്നു. പിന്നെ നമ്മുടെ കേരള പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ഗ്രീൻ മസാലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഫുഡും കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ റമളാൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഏതൊരു വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.